Hello friends, welcome back to my YouTube channel, Ria Standard Maths. Next question is the question. In the picture below, the lines parallel to each side of the blue triangle through the opposite vertex are drawn to make big triangle. This blue triangle, here blue triangle is PQR blue triangle. ടെസ്റ്റിൽ കണ്ടാൽ അറിയാം ബ്ലൂ ട്രയാങ്കിൾ ഏതാണെന്ന് അറിയാം. അപ്പോ ഇതില് ബ്ലൂ ട്രയാങ്കിൾ ഏതാണ്? PQR ആണ്. ഇതിലെ ഓരോ സൈഡ്സും എന്താണ്? നമ്മുടെ വലിയ ട്രയാങ്കിളായ ABC പാരലൽ ആയിരിക്കും. കാണിച്ചു തരാം. അപ്പൊ PQക്ക് പാരലൽ ആണ് AB. PQ ആണ് ഈ ചെറിയ ട്രയാങ്കിൾ, ഇതിക്ക് പാരലൽ ആണ് AB. ഇതിന്റെ PR പാരലൽ ആണ് BC, RQ പാരലൽ ആണ് AC. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഈ ബ്ലൂ ട്രയാങ്കിളിലെ ഓരോ സൈഡും എന്താണ്? ഈ വലിയ ട്രയാങ്കിളിന് പാരലൽ ആയിരിക്കും. ഇനി how many triangles in the picture have the same area as that of the blue triangle? How many of them have the same measure of the blue triangle? Each triangle, ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾസ് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഈ പിക്ചറിൽ? സെയിം ഏരിയ ആയിട്ട് ഈ ബ്ലൂ ട്രയാങ്കിളില് സെയിം ഏരിയ ആയിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാ ചോദിക്കുന്നത്. സെയിം ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓരോ ലൈനും എടുക്കണം. അപ്പൊ അത് നമുക്ക് PQR ആണല്ലോ ഇവിടെ ബ്ലൂ ട്രയാങ്കിൾ. അപ്പോ in triangle PQR ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? PQ എന്ന ബേസ് എടുക്കാം. അതിൽ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട് നോക്കാം. സെയിം ഏരിയ ആവുമ്പോ നമുക്കറിയാം എന്തായിരിക്കും? സെയിം ഏരിയ ആവുമ്പോ ബേസിന് പാരലൽ ആയിരിക്കും അല്ലെ? ഇതിന് മൂന്നാമത്തെ വെർട്ടെക്സിൽ വരുന്ന ഏതൊക്കെ ആ പാരലൽ ലൈന് വരുന്ന ട്രയാങ്കിൾസ്, അതിന്റെ ഉള്ളിലുള്ള അതിന്റെ അകത്തുള്ള ട്രയാങ്കിൾസ് ആണ് സെയിം ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ PQR നമ്മള് PQ ആണ് ഇവിടെ ബേസ് എടുക്കുന്നത്. ഓക്കെ, PQ ഇവിടെ PQ ഞാൻ ഇവിടെ ബേസ് എടുക്കും. ഇനി ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കാം. PQ എടുക്കുകയാണെങ്കിൽ നോക്ക് PQA. PQA സെയിം ഏരിയ ആണല്ലോ, പാരലൽ ലൈന്. മനസ്സിലായില്ലേ? PQA. അപ്പൊ ട്രയാങ്കിള് ഈ PQR എന്ന ട്രയാങ്കിളില് PQ നമ്മൾ ആദ്യം ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ PQA എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്, ഒരു സെയിം ഏരിയ. PQRന് സെയിം ഏരിയ ആയിട്ട് വരുന്നതാണ് ഏത്? PQA എന്ന് പറയുന്ന ട്രയാങ്കിൾ. നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതായിരിക്കും? PQB. PQB എന്താണ്? ഈ ട്രയാങ്കിളിന് സെയിം ഏരിയ അല്ലേ? നെക്സ്റ്റ് നമ്മള് PQ RQ. ഈ സൈഡ് RQ എടുക്കുകയാണെങ്കിൽ, RQ നമ്മള് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, RQ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ടാവും? ഇത് നമ്മള് ബുക്കിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സൈഡൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ കിട്ടുന്നു. അപ്പൊ RQ ആവുമ്പോൾ ഇത് അല്ലെ RQ. അപ്പൊ RQA ഒരു ട്രയാങ്കിൾ അല്ലേ? അപ്പോ ട്രയാങ്കിൾ RQA. ഇനി അടുത്ത നോക്കി നോക്കാം, RQC. അത് വേറെ ട്രയാങ്കിൾ ആണ്. ഇതിന് PQR പാരലൽ വരുന്ന RQ ബേസ് ആയിട്ട് എടുക്കുമ്പോ RQC. ഓക്കെ, ട്രയാങ്കിൾ RQC എന്താണ്? ഈ RQ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ. ഓക്കെ, ഇനി PQ എടുത്തു, RQ എടുത്തു. ഇനി നെക്സ്റ്റ് ഏതെടുക്കാം? RQ. ഇനി RP യിലെ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് എടുത്തോക്കാം. RP യില് നോക്കുമ്പോ എങ്ങനെയായിരിക്കും? ഇങ്ങനെ നോക്കാം. ഇവിടെ
മനസ്സിലാവും. ആർ ക്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. സെയിം ബേസ്, ഈ ബേസിന് ഇങ്ങനെ ആയിട്ട് ആർ പി സി വരും. ട്രയാങ്കിൾ ആർ പി സി. ആർ പി സി വരില്ലേ? ഇനി എടുക്കുകയാണെങ്കിൽ ആർ പി സി വരും. ഇനി ആർ പി ആർ ബി നമുക്ക് നോക്കാനല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സെയിം ഏരിയ നോക്കാനാണല്ലോ പഠിച്ചിട്ടുള്ളത്. പാരലൽ ആയിട്ട് പഠിക്കാം. അതിന് സെയിം ബേസും ആയിരിക്കണം. മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന പാരലൽ ലൈനിലൂടെ വരുന്ന ട്രയാങ്കിൾസും ആയിരിക്കണം. അപ്പോ നമുക്ക് മനസ്സിലായിട്ടും പി ക്യു എടുക്കുമ്പോ പി ക്യു ബി എന്ന ട്രയാങ്കിള്, പി ക്യു ബി എന്ന ട്രയാങ്കിളും പി ക്യു ബി എന്ന ട്രയാങ്കിളും പി ക്യു എ എന്ന ട്രയാങ്കിളും പി ക്യു ബി എന്ന ട്രയാങ്കിളും ആർ ക്യു എടുക്കുമ്പോ എങ്ങനെയായിരിക്കും? ആർ ക്യു എ എന്ന ട്രയാങ്കിളും ആർ ക്യു സി എന്ന ട്രയാങ്കിളും. ഇനി നെക്സ്റ്റ് ആർ പി എടുക്കുമ്പോൾ ആർ പി സി എന്ന ട്രയാങ്കിളും പിന്നെ പി ആർ ബി അല്ലെ? പി ആർ ബി ആർ പി സി പി ആർ ബി. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഓഫ് ദം ഹാവ് ദ സെയിം മെഷർ ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ? ബ്ലൂ ട്രയാങ്കിളില് വരുന്ന ബ്ലൂ ട്രയാങ്കിളിന്റെ സെയിം മെഷർ ആണ്. ഓക്കെ. ഈ ബ്ലൂ ട്രയാങ്കിൾ ഏതാണ്? പി ക്യു ആർ ആണ് ഇവിടെ ബ്ലൂ ട്രയാങ്കിൾ. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ സെയിം മെഷർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെ നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 6 ട്രയാങ്കിൾസ്. ഓക്കെ. ഇവിടെ നമുക്ക് 6 ട്രയാങ്കിൾസ് ആണ് ഏതിൽ വരുന്നത്? സെയിം ഏരിയ ആയിട്ട് വരുന്നത് അല്ലെ? സെയിം ഏരിയ ആയിട്ട് നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടും. സെയിം ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾസ് ആർ ഇൻ 6. ഇനി നമ്മളോട് എന്താ ചെയ്തിട്ടുള്ളത്? ഈ പി ക്യു ആറിന് സെയിം മെഷർ ആയിട്ട് വരുന്ന, അതിന്റെ സൈഡ്സ് ഒക്കെ സെയിം ആയിരിക്കണം, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോ ഏതായിരിക്കും? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. അത് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ അല്ലേ പി ക്യു ആർ, ആദ്യം ഓക്കെ ഇങ്ങനെ എടുക്കാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ആർ ക്യു പി അത് കിട്ടിയില്ലേ? എ ആർ ക്യു പി. അത് നമുക്ക് നേരെ ഇവിടെ തിരിച്ച് വരയ്ക്കാൻ നമുക്ക് മനസ്സിലാവും. ആദ്യം എ ആർ അല്ലേ? എ ആർ പിന്നെ ഇപ്പൊ അതാണ് ഒരു ട്രയാങ്കിൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ലൈന് വരുന്നുണ്ട്, പി ആർ എന്ന ലൈന്. അതും ഇവിടെ എ ആർ പി ക്യു. നമുക്ക് കിട്ടി. നമ്മൾ ഈ ഭാഗം മാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് വരച്ചു. അതേപോലെ കോപ്പി എടുത്ത് വരയ്ക്കുകയും ചെയ്തത്. എ ആർ പി എന്ന ട്രയാങ്കിൾ ഇതും പിന്നെ പി ക്യു ആർ എന്ന് പറയുന്നത് ബ്ലൂ ട്രയാങ്കിളും നേരെ എടുത്ത് വരച്ചു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെയിം മെഷർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എന്താ നോക്കേണ്ടത്. അപ്പോ ഇതില് നോക്ക്. ഇതിൽ എന്താ നമുക്ക് കാണാം? പി ക്യൂക്ക് പാരലലാണ് എ ആർ, പിന്നെ ഇതിന്റെ എ പിക്ക് പാരലലാണ് ആർ ക്യൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. എന്നോട് പറഞ്ഞാ ഇത് നമ്മളൊരു കൺസെപ്ഷൻ പറയുന്നത് പാരലലോഗ്രാം. പാരലലോഗ്രാം നമ്മൾ എങ്ങനെയാണ്? പാരലലോഗ്രാമിൽ എങ്ങനെയാണ് ഇത് ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? സൈഡ്സുകളൊക്കെ ഈക്വൽ ആണ്, മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സുകളൊക്കെ എന്തായിരിക്കും? പാരലലാണ്. ഈ സൈഡിന് പാരലലാണ്, ഈ സൈഡിന് പാരലലാണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡിന് ഈ ആംഗിളും സെയിം ആയിരിക്കും, ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്കിത് അറിയാം, ഇതൊരു പാരലലോഗ്രാം ആണ്. അപ്പൊ ഇതിന്റെ അകത്തിലൂടെയാണ് എന്ത് ചെയ്യുക? ഇതിന്റെ സെന്ററിലൂടെയാണ് ഒരു
ഒരു ലൈന് RP എന്ന ലൈന് പോകുന്നത്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇത് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. RQക്ക് പാരലൽ ആണ് AR, ABക്ക് പാരലൽ ആണ് RQ. ഇതിന്റെ ആംഗിൾസ് ഒക്കെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. AB is equal to RQ, EQ is equal to AR. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് PR അല്ലേ? PR is equal to PR. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പോ മനസ്സിലായല്ലോ എത്ര അവിടെ മൂന്നെണ്ണത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? 3 എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോ ഇതൊരു ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇതൊരു ട്രയാങ്കിൾ എടുക്കുക. ഇനിയിപ്പോ നമ്മൾ ഈ ഭാഗമാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇതൊരു പാരലലോഗ്രാം കിട്ടും. ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആയിട്ടും കിട്ടും. അപ്പൊ ഈ 3 ട്രയാങ്കിൾസും എന്താണ്? ഈ ഔട്ടർ ട്രയാങ്കിളും എന്താണ്? സെയിം മെഷർ ആണ് എന്ന് പറയുന്നത്. അപ്പൊ സെയിം മെഷർ ആയിട്ടുള്ളത് മെഷറായിട്ട് വരുന്ന ട്രയാങ്കിൾസ് എത്ര വരും? ട്രയാങ്കിൾസ് 3 ട്രയാങ്കിൾസ് ആണ് വരിക. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ട്രയാങ്കിൾസ് ഒക്കെ വരും. അപ്പോ ARP ട്രയാങ്കിൾ ARP ആൻഡ് ട്രയാങ്കിൾ PQC ആൻഡ് ട്രയാങ്കിൾ RQB. അപ്പൊ ഈ ആംഗിൾസ് ഒക്കെ ഏതിന്റെ സെയിം മെഷർ ആണ്? PQRന്റെ സെയിം മെഷർ ആയിട്ട് വരും. ഇനി ഇപ്പോ സെയിം ഏരിയ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഒക്കെ ഏതൊക്കെയാണ്? 6 ട്രയാങ്കിൾസും ഈക്വൽ ഏരിയ ആയിട്ട്. ഓക്കെ, 6 ട്രയാങ്കിൾസും 3ഉം അപ്പൊ 9 ആയി. ഓക്കെ, 9 ട്രയാങ്കിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരുന്ന ഈക്വൽ ഏരിയ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഇതില്. പിന്നെ ഫുൾ ഈക്വൽ ആയിട്ട്, അതായത് ഫുൾ ഈക്വൽ ആയിട്ട് മെഷേഴ്സ് ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഏതായിരുന്നു? 3 ട്രയാങ്കിൾസ്. 3 ട്രയാങ്കിൾസ് ഫുൾ ഈക്വൽ ആയിട്ടും സെയിം ഏരിയ ആയിട്ടും വരുന്നത് ഏതൊക്കെയാണ്? സെയിം ഏരിയ മീൻസ് ഈക്വൽ ഏരിയ ആയിട്ട് വരുന്നത് 9 ആംഗിൾസും. ഇവിടെ 6ഉം കിട്ടി, ഇവിടെ 3ഉം കിട്ടി, അപ്പൊ 9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 6th ക്വസ്റ്റ്യൻ ഏതാണ്? പ്രൂവ് ദാറ്റ് 2 triangles shown below have the same area. തന്നിട്ടുള്ള 2 ട്രയാങ്കിൾസും സെയിം ഏരിയ ആവണം എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് തന്ന ട്രയാങ്കിൾസ് എങ്ങനെയൊക്കെയാണ്? 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും 50 ഡിഗ്രി ആംഗിളും, ഇത് ഇവിടെ 130 ഡിഗ്രി ആംഗിളും ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കിത് സെയിം ഏരിയ ആയിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ഓർക്കേണ്ടത്? സെയിം ഏരിയ ആവുമ്പോ സെയിം ബേസും ആയിരിക്കണം. പിന്നെ അതിന്റെ തേർഡ് വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ ആയിട്ട് വരണം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് അങ്ങനെ വരയ്ക്കണമെങ്കിൽ ഈ ട്രയാങ്കിൾ അങ്ങനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ PQR എന്ന ട്രയാങ്കിൾ ഒന്ന് തിരിച്ചിടാം. അപ്പൊ തിരിച്ചിടുമ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരിക, ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിനെ നേരെ എടുത്ത് എന്ത് ചെയ്യാണ്? തിരിച്ചിടുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇങ്ങനെ ആയിട്ട് വരും. ഈ സൈഡ് അദ്ദേഹം ഇങ്ങോട്ട് വരും എന്ന് മാത്രമാണ് വരിക. 4 സെന്റിമീറ്റർ അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് തന്നെ വരയ്ക്കണം. ഇപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ അല്ലല്ലോ വരക്കേണ്ടത്, കാരണം സെയിം ഏരിയ ആയിട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ആണ് ഇങ്ങോട്ട് തിരിച്ചിടാൻ. അപ്പൊ ഈ ട്രയാങ്കിൾ ഇങ്ങനെ, ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യാണ്? ഇത് നമുക്ക് കൂട്ടി വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ, ഈ 4 സെന്റിമീറ്ററിൽ തന്നെ ആയിരിക്കും. പിന്നെ 3 സെന്റിമീറ്റർ വരും. 3 സെന്റിമീറ്റർ ഈ ലെങ്ത് ഇങ്ങനെ വരും. ഇതിന് പാരലൽ ആയിട്ട് എടുത്ത് വരും. ഇപ്പൊ ഇവിടെ ഈ PQ നമ്മൾ തിരിച്ചിട്ടല്ലോ.
അപ്പൊ ഇതെന്തെന്നെ ആയിരിക്കും, എ ബി തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്യൂ പി ആണല്ലോ വരിക. ക്യൂ പി ആണ് നേരെ തിരിച്ചിടുമ്പോ ക്യൂ പി ആയിട്ട് മാറും. പക്ഷെ ഈ ഇതില് എന്തായിരിക്കും, എ ബി തന്നെയാണ് ക്യൂ പി. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ എങ്ങനെയാണ്, എ ബി ഈ ട്രയാങ്കിളിന് നേരെ തിരിച്ച് ഈ ആംഗിൾ ഏതാണ്, 130 ഡിഗ്രിയാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, സെയിം ഏരിയ. സെയിം ഏരിയ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഇതാണ്, ബേസിന് പാരലലായിട്ട് മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ പാരലൽ വരയ്ക്കണം. അപ്പൊ ഇതെടുക്കുമ്പോ ഇത് മൂന്നാമത്തെ വെർട്ടെക്സ് ആണ്, ഇത് മൂന്നാമത്തെ വെർട്ടെക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പാരലൽ ലൈൻ വരയ്ക്കാം. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഇതില് നമുക്കറിയാം, ഇപ്പൊ ഇത് ഏകദേശം ഒരു പാരലലോഗ്രാം ആണ്. കാരണം ഇതിന്റെ സൈഡ് പാരലൽ ആണ്, 3 സെന്റിമീറ്റർ. ഓക്കെ, 3 സെന്റിമീറ്റർ. ഈ സി എക്ക് പാരലൽ ആണ് ഏത്, ആർ ബി. എ ബിക്ക് പാരലൽ ആണ് സി ആർ. കാരണം നമുക്കറിയാം പാരലലോഗ്രാം ആണ്, ഇതൊരു പാരലലോഗ്രാം ആണ് നമുക്കറിയാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോ ഇതിന്റെ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കാം. 50 ഡിഗ്രിയും 130 ഡിഗ്രിയാണ്. 50 ഡിഗ്രി എ എന്ന പോയിന്റിൽ 50 ഡിഗ്രി, ബിയില് 130 ഡിഗ്രി ആണ് വരിക. അപ്പോ ഈ രണ്ട് ആംഗിൾ എന്താണ്, സപ്ലിമെന്ററി ആംഗിൾ ആണ്. കാരണം എന്താ, 50 + 130 എന്താ, 180. 50 + 130 = 180. സോ ഇതില് ഈ രണ്ട് ആംഗിൾ എന്താണ്, സപ്ലിമെന്ററി ആംഗിൾസ് ആണ് ഇത്. ഇനി നമുക്ക് ഇതിൽ എന്താ പറയാ, ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇവിടെ 50 ആയതുകൊണ്ട് ഈ ആർ എന്ന ലംബയുടെ കൂട്ടല് 50 ആയിരിക്കും. പിന്നെ 130 ഇവിടെ എന്തായിരിക്കും, സിയിൽ 130 ആയിരിക്കും ഇതിന്റെ. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്, ഈ രണ്ട് ആംഗിളും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി എന്താ പറയാ, സോ അതുകൊണ്ട് എ ബി ആർ സി ഈസ് എ പാരലോഗ്രാം. അതുകൊണ്ട് സോ എ ബി ആർ സി ഈസ് എ പാരലലോഗ്രാം. അപ്പൊ എ ബി ആർ സി എന്താണ്, പാരലലോഗ്രാം ആണ്. അതുകൊണ്ട് എ ബി ഈസ് ഈക്വൽ ടു സി ആർ. സോ എ ബി ഈസ് ഈക്വൽ ടു സി ആർ. അങ്ങനെ ആവുമ്പോ എങ്ങനെ വരും, അതുകൊണ്ട് എ ബി സി ആൻഡ് പി ക്യു ആർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു എന്താണ്, PQR. ABC and triangle PQR are equal. PQR എന്താണ്, ഇതിലെന്താ പറഞ്ഞത്, 6 ദിവസത്തിൽ നമ്മോട് പ്രൂവ് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് തന്ന ട്രയാങ്കിള്. ഇത് നമുക്ക് സെയിം ഏരിയ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിൾ നേരെ ഇങ്ങനെ എടുത്തിട്ട് മറിച്ചിടണം. അപ്പൊ ഇങ്ങനെ കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ സെയിം ബേസ് ആവണം. അപ്പൊ രണ്ടും ബേസ് ആവണമെങ്കിൽ 4 സെന്റിമീറ്റർ ബേസ് ആണ് രണ്ടിന്റെ. അപ്പൊ ബേസ് ആയിട്ട് ഇതിന് ഈ ട്രയാങ്കിളിന് എന്തെടുത്തു, ഇതിന്റെ മുകളിലോട്ട് വെച്ചു. ഓക്കെ, അങ്ങനെ എടുത്തപ്പോ നമുക്ക് സെയിം ഏരിയ ആകുമ്പോൾ നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കണം. മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരയ്ക്കാം. പാരലൽ ലൈൻ വരച്ചു. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്, അത് പ്രൂവ് ചെയ്യാൻ 50 ഡിഗ്രി പ്ലസ് 130 ഡിഗ്രി എന്താണ്, 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇത് സപ്ലിമെന്ററി ആംഗിൾ ആണ്. അപ്പോ എ ബി ആർ സി എന്താണ്, ഒരു പാരലലോഗ്രാം ആണ്. അതുകൊണ്ട് എ ബി ഈസ് ഈക്വൽ ടു സി ആർ. 4 സെന്റിമീറ്ററിനെയാണ് ഇവിടെ വരിക.
ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR are equal. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് പ്രൂവ് ചെയ്യാം? ABCയും ട്രയാങ്കിൾ PQRഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.